വിശേഷാവസരങ്ങളിലൊക്കെ ഫ്രൈഡ് റൈസിനേക്കാളും ബിരിയാണിയേക്കാളും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിൻ്റെ കൂടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിക്കൻ പെരട്ടുമുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കുത്ത് സോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഈ റൈസും ചിക്കൻ പെരട്ടും ഉണ്ടാക്കാനായിട്ട് നേരെ അടുക്കളയിലേക്ക് പോകാം. ഇതിന് ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ കൈക്ക് 2 കൈ ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, ഒരു 8-10 വെളുത്തുള്ളി അല്ലി. ഇത് ചെറിയ വെളുത്തുള്ളി അല്ലിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് 6 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സാദാ വറ്റൽമുളകാണ്. 2 തക്കാളിപ്പഴം, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ. ആദ്യമേ വറ്റൽമുളകും മുളക് പൊടി ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതൊരു 10 മിനിറ്റെങ്കിലും കുതിർന്നിരിക്കണം. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ ഈ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം വെള്ളം കൂടെ ചേർത്ത് വേണമെന്ന് അരച്ചെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഇതുപോലെ ഒന്ന് ചതച്ച് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഉള്ളിമുളകെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് തീ കുറച്ച് വെച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകിൻ്റെയും കൂട്ട് ചേർക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഈ എണ്ണയിൽ കിടന്ന് ഈ കൂട്ട് നന്നായിട്ട് വരണ്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. ഈ ചിക്കൻ്റെ പ്രത്യേകത ഇതാണ്, കൂടുതൽ ഉള്ളിയും മുളകും എല്ലാം കൂടെ അരച്ച് പുരട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതിങ്ങനെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വഴറ്റി തന്നെ ഇതിൻ്റെ പച്ചമണം മാറിക്കിടണം. തീ കൂട്ടി കൊടുക്കരുത്. തീ കൂട്ടി കൊടുത്താൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല അതിൻ്റെ പകുതി ഞാൻ മാറ്റി വെക്കുവാണ്, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴന്ന് ആ ഉള്ളിയുടെയൊക്കെ പച്ചച്ചവ മാറിക്കിട്ടണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി. ഇപ്പം തക്കാളിപ്പഴമൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ചേർക്കാം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമാണ്. നമ്മളിങ്ങനെ വഴറ്റിയ ചിക്കനിൽ നിന്ന് അല്പം വെള്ളം ഇറങ്ങി വരണം. അതുവരെ ഇങ്ങനെ വഴറ്റണം. ഇപ്പം ചിക്കനകത്തുനിന്ന് വെള്ളം വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒത്തിരി വെള്ളമൊന്നും വരുമെന്നറിയാമല്ലോ. ഒരു വെള്ളമയമായി തുടങ്ങി. ഇനിയിപ്പം ഏകദേശം ഒരു 4 മിനിറ്റോളം ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇത് വേകാനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഒത്തിരി ചാറുള്ളൊരു കറിയല്ല. ഇതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അധികം ചാറില്ലാത്തത് കൊണ്ട് ഇത് കരിഞ്ഞു പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി പെരണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് പെരട്ടെന്ന് പറയുന്നത്. ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇതുപോലെ വേവിച്ചെടുത്തത്. ഇനി ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇത് ഒരു 10-15 മിനിറ്റേലും അടച്ചു വെക്കണം. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ 2 കപ്പ് കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല അരി, ചെറിയ അരിയാണ്. ഇത് 250 ml കപ്പിന് 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. പിന്നെ കുറച്ചേറെ ഉള്ളിത്തണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. മല്ലിയില, ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലം, 4 ഏലക്കായ, ഉപ്പ്, വെള്ളം, നെയ്യ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫ്, തക്കോലം, പട്ട, ഏലക്ക, ഗ്രാമ്പു. തീ കുറച്ച് വെക്കണം. അതിലേക്ക് ഉള്ളിത്തണ്ടിൻ്റെ ആ വെളുത്ത പാർട്സ് അരിഞ്ഞത് ഒന്ന് വഴന്ന് വരണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പാർട്സും കൂടെ ചേർക്കാം. ഇതൊന്ന് വാടി വന്നാൽ മതി. ഉള്ളിത്തണ്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ചേർക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. ഞാൻ 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചതാണ്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഉപ്പ് അലുത്ത് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് ഉള്ളിത്തണ്ടും മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചോറൊന്ന് നോക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കറക്റ്റ് വേവാണ്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉച്ചയൂണിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റൈസ് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ പെരട്ട് റെഡിയായി. അത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അല്പം ഉള്ളിത്തണ്ട് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസും കറിയുമാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.